कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे മണത്തണയിലെ പ്രസിദ്ധമായ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രം. ഗജേന്ദ്രമോക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യ കഥയുള്ള വൈഷ്ണവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രഭൂമിയിൽ അതല്ലാതെ ഒരുപാട് പ്രത്യേകതകൾ പറയാനും അറിയാനുമുണ്ട്. മഹാവിഷ്ണു ഭാവം പ്രസന്ന ഭാവത്തിൽ പുഞ്ചിരിക്കുന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. വൈകുണ്ഠ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്നു നിന്ന് നേരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ തെറ്റുകളൊക്കെ വിയർത്തു പോകുമത്രേ. ഈ ക്ഷേത്ര പ്രത്യേകതകൾ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ തീരുന്നതല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. ആചാരത്തിന്റെ അടിത്തറ പ്രേമമാകണം. വെറുതെ ചടങ്ങിന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിൽ അർത്ഥമില്ല. എന്ത് ചെയ്യുന്നതും വിനയത്തോടും ഭക്തിയോടും ശുദ്ധിസങ്കല്പത്തോടും കൂടിയായിരിക്കണം. അച്ചടക്കമുണ്ടാകണമെങ്കിൽ വിനയവും കീഴ്വഴക്കവും വേണം. അമ്മയുടെ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. പ്രദക്ഷിണം പൂർത്തിയാക്കുവാനായി വീണ്ടും നാം തീർത്ഥവാരിക്ക് മുന്നിൽ വരികയാണ്. ഇവിടെ പോർക്കലി ഭഗവതിയുടെ ചൈതന്യത്തെക്കുറിച്ച് വീണ്ടും പറയുവാൻ മനസ്സ് പ്രേരിതമാവുകയാണ്. അവിടെ നിന്ന് കത്തിച്ചു വച്ച വിളക്കിൻ്റെ വെളിച്ചത്തിൽ ദേവിയെ കാണുമ്പോൾ തെച്ചിപ്പൂമാലകളാൽ അലങ്കരിച്ച ദേവിയെ തന്നെയാണ് കാണുന്നത്. പക്ഷേ അവിടെ വിഗ്രഹഭാവം നമുക്ക് ദൂരെ നിന്ന് എന്നുള്ളത് കൊണ്ട് വിഗ്രഹഭാവങ്ങളല്ല കാണുന്നത്, ഒരു വാളാണ് പ്രതിഷ്ഠയായിട്ട് കാണുന്നത്. നമ്മോടൊപ്പം ഉള്ളത് മേൽശാന്തിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം. തിരുമേനി, അകത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താണ്? വാളാണ് ദേവിയുടെ. പഴശ്ശിരാജാവിൻ്റെ ഇഷ്ടദേവതയാണ്. പഴശ്ശിരാജ നേരത്തെ പറഞ്ഞ പോലെ
പ്രശ്നമായിട്ട് വരുമ്പോൾ ഇവിടെ തടുത്ത് വെച്ച് നിർത്തി പോവുകയാണ് ചെയ്തിരുന്നു. ശ്രീപൂർക്കതിൻ്റെ സാന്നിധ്യം കിണറിലാണ് ഉള്ളത്. ഓഹോ. കിണറിന് ആവാഹിച്ച് പിന്നെ അവിടെ പ്രതിഷ്ഠ തന്ത്രിമാർ വന്ന് വാളിലേക്ക് പ്രതിഷ്ഠിച്ച് വാളാണ് പ്രതിഷ്ഠ. അപ്പൊ നമുക്ക് പ്രഭാവലയം കാണാം. പ്രഭാവലയത്തിന് മുന്നിലായിട്ട് ത്രികോണാകൃതിയിൽ കാണുന്നതാണ് വാള്. ആ, അപ്പൊ അത് നമുക്ക് ചലിപ്പിക്കുന്നതാണ്, എടുക്കാൻ പറ്റുന്നതല്ല. അത് അങ്ങനെ ഒരു പ്രതിഷ്ഠ വേറെ അടുത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. അതെ, നമ്മളും ധാരാളം ക്ഷേത്രങ്ങളിൽ ഉദയാമൃതത്തിന് നമ്മൾ ഒരുമിച്ച് യാത്ര നടത്തിയിട്ടുണ്ട്. പക്ഷേ ദേവി ഇങ്ങനെ വാൾ പ്രതിഷ്ഠകൾ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ വാൾ പ്രതിഷ്ഠകൾ ഉത്സവ സമയത്ത് എടുക്കാനാകുന്ന രീതിയിൽ അചലമായിട്ടല്ല ചലമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ അചലമായ ശിലാവിഗ്രഹം തന്നെയാണ്, പക്ഷെ അതിൽ വാള് എന്ന വാൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അതൊരു സവിശേഷത തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന മണിക്കിണറിനുമുണ്ട് പ്രത്യേകത. സാധാരണ ക്ഷേത്രങ്ങളിലെ മണിക്കിണറിലെ ജലമാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുക. പക്ഷേ ഈ മണിക്കിണറിലെ ജലം ആരും സ്പർശിക്കാൻ പാടില്ല. ശ്രീ പോർക്കലിയുടെ സാന്നിധ്യം ഈ കിണറിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പോർക്കലി ഭഗവതി ഇവിടുത്തെ ജലം ആരാലും സ്പർശിക്കപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നില്ലത്രേ. സർക്കസുണ്ട്, സ്കിറ്റുണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങൾ എപ്പോഴും ഒരു ഉണർവ് തന്നെയാണ്. ഓരോ കാലത്തും അത് ഓരോ നാട്ടുരാജാക്കന്മാരുടെ ഭരണപരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഭരണപരിഷ്കാരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങളെ ഒരിക്കലും വിട്ടുകളയാതെ മുറുകെ പിടിക്കുന്ന ഒരു തലമുറ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാകും. കൊട്ടിയൂർ ക്ഷേത്രം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. കാലാകാലങ്ങളിൽ, അതായത് കാലങ്ങൾ വളരെയേറെ മാറി പോകുന്നുവെങ്കിലും കൊട്ടിയൂരിലെ വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ ഒരു പണമിട പോലും മാറ്റം വരരുത്, ഒരു കുന്നിക്കുരുവിൻ്റെ വ്യത്യാസം പോലും വരരുത് മാറ്റം എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ഒരു തലമുറ എപ്പോഴും ഇവിടെ ഉണ്ടാകും. അത് മുൻപത്തെ തലമുറ ആയിക്കൊള്ളട്ടെ, ഇപ്പോഴത്തെ തലമുറയാകട്ടെ, വരും തലമുറയാകട്ടെ, അവരെല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം ഇവിടുത്തെ ആചാരങ്ങളിൽ മാറ്റം വരാതിരിക്കാനാണ്. കൊട്ടിയൂർ ക്ഷേത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രം വൈകുണ്ഠം ആയി തന്നെ അറിയപ്പെടുമ്പോൾ എന്തുകൊണ്ട് വൈകുണ്ഠമാകുന്നു എന്ന് ഓരോ കാഴ്ചകളിലൂടെ സശ്രദ്ധം നാം മനസ്സിലാക്കുകയാണ്. ഇവിടെ ഓരോ പ്രത്യേകതകളും, അതായത് പഴശ്ശിരാജാവിൻ്റെ കാവൽ ദൈവമായിരുന്നു എന്ന് പറയുന്നുവല്ലോ പോർക്കലി. ആ പോർക്കലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങൾ ഒരുപാട് പറയാനും അറിയാനുമുണ്ട്. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സങ്കല്പങ്ങൾ മണത്തണ എന്ന ഗ്രാമത്തിലാകെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെക്കുറിച്ചും നമുക്ക് ഒരുപാട് പറയാം. ഓം നമോ ഹിരണ്യവാഹവേ ഹിരണ്യവർണായ ഹിരണ്യരൂപായ ഹിരണ്യപതയേ അംബികാപതയ ഉമാപതയേ പശുപതയേ നമോ നമഃ. വൈകുണ്ഠം കാവിൽ അഥവാ ശ്രീകുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രം എന്ന മണത്തണ ഗ്രാമത്തിലെ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന് നാം വീണ്ടും ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് കാരണങ്ങൾ പലതാണ്. അതിൽ പ്രധാനപ്പെട്ടത് നമസ്കാര മണ്ഡപത്തിലെ കാഴ്ചകളാണ്. നമസ്കാര മണ്ഡപത്തിൽ ദശാവതാര രൂപമുള്ളതുകൊണ്ടും പാലാഴി മദനത്തിൻ്റെ രൂപമുള്ളതുകൊണ്ടുമൊക്കെ ശക്തമായൊരു വൈഷ്ണവ സമ്പ്രദായം ഈ ക്ഷേത്രം പിന്തുടർന്നു വന്നിട്ടുണ്ട് എന്ന് വീണ്ടും ഉറപ്പിക്കാനാകുന്നു. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകത കൂടി പറയാനാകുന്നത്, ഇവിടെ ഭഗവത് വിഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ നാം പറഞ്ഞു പ്രയോഗചക്രം, അതാണ് ഭഗവാൻ, പ്രയോഗചക്രം ധരിച്ച മഹാവിഷ്ണു. പ്രയോഗചക്രം ധരിച്ച മറ്റൊരു മഹാവിഷ്ണു വിഗ്രഹം നിൽക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രം കേരളത്തിലുണ്ട്.
അത് തിരുമൂഴിക്കുളത്താണ്. തിരുമൂഴിക്കുളം മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ ഓർക്കുക, തിരുമൂഴിക്കുളം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഖ്യാതി ഇന്ന് എത്രത്തോളമുണ്ട്. അപ്പോൾ അത്രത്തോളം തന്നെ ഖ്യാതിയുള്ള ഒരു ക്ഷേത്രമാണ് നാം നിൽക്കുന്ന ഈ ക്ഷേത്രമെന്ന് മനസ്സിലാക്കാം. പ്രയോഗചക്രം എന്ന വാക്കിൻ്റെ അർത്ഥവും അതുമായി നിൽക്കുന്ന പ്രയോഗചക്രത്തോടു കൂടി നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ചൈതന്യവും ഒക്കെ മൂഴിക്കുളത്തും നാം പറഞ്ഞിട്ടുണ്ട്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പഴശ്ശിരാജയ്ക്ക് ശക്തിയും വീര്യവും പകർന്നു കൊടുത്ത ശ്രീ പൊർക്കലി സാന്നിധ്യം കൂടി ഇവിടെ മഹാവിഷ്ണു സാന്നിധ്യത്തിനൊപ്പം നിലകൊള്ളുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശ്രീ പൊർക്കലി സാന്നിധ്യത്തെ നാം കണ്ടിട്ടുണ്ട്. അത് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ്. നാലമ്പലങ്ങളിൽ ഒന്നായ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ നിലകൊള്ളുന്ന വിഗ്രഹമാകട്ടെ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ. അവിടെയും ക്ഷേത്രത്തിന് തൊട്ടരികിലായി പൊർക്കലി സാന്നിധ്യമുണ്ട്. അതായത് ഇങ്ങനെ ഒരു സമ്പ്രദായം, വൈഷ്ണവ ആരാധനയിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം പുതിയതല്ല, വളരെ പഴക്കമുള്ളതാണ് എന്നും വളരെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ സമ്പ്രദായം പിന്തുടർന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതിനും സൂചനകളാണ് നാം പറഞ്ഞു വന്നത്. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരീ സർവപാപ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. മേതിരി ക്ഷേത്രത്തിൻ്റെ ഈ കാഴ്ചകളും പൊർക്കലി ഭഗവതി സാന്നിധ്യത്തിൻ്റെ കാഴ്ചകളും കണ്ട് വീണ്ടും നാം ഈ പൊർക്കലി സന്നിധിയിൽ വരുമ്പോൾ ഇവിടെ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു വിശ്വാസമുള്ളത്, ക്ഷേത്ര ദർശനത്തിനായി വന്ന പഴശ്ശിരാജ തന്നെ തൻ്റെ ധർമ്മദേവതയെ വാളിൽ ആവാഹിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ച് മടങ്ങിപ്പോയി എന്നാണ്. പിന്നീട് ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു യാത്ര ആരംഭിക്കുകയായിരുന്നു. രക്ഷപ്പെട്ട് വയനാട്ടിലേക്ക് അദ്ദേഹം പോയത് ഇവിടെ വെച്ചിട്ടാണ്. അതായത് ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ച് ബ്രിട്ടീഷുകാർ തന്നെ വലയം ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളിൽ പരദേവതാ സാന്നിധ്യത്തെ നിറച്ച് പ്രാർത്ഥിച്ച് ആവാഹിച്ച് ഇവിടെ വെച്ചിട്ട് പോയി എന്നും അതുകൊണ്ടാണ് ഇവിടെ പരദേവത വാളിൽ കുടികൊള്ളുന്നത് എന്നും വിശ്വാസമുണ്ട്. ഇങ്ങനെ പല പല വിശ്വാസങ്ങളുള്ള നാം നിൽക്കുന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പൊർക്കലി സ്ഥാനം കൂടിയുള്ള ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ അത്ര എളുപ്പം പറഞ്ഞാൽ തീരുന്നതല്ല. സർവലോകൈകനാഥം 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 വിഷ്ണും വന്ദേ സർവലോകൈകനാഥം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീകുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണും. ഒപ്പം അവിടെ പഴശ്ശിരാജയ്ക്ക് അനുഗ്രഹമേന്തിയ പൊർക്കലി ഭഗവതി വാളായി നിലകൊള്ളുകയാണ്. അങ്ങനെയൊക്കെ വിശ്വാസമുള്ളപ്പോൾ തീർച്ചയായും ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. ഏറ്റവും ഉചിതമായ ഒരു വ്യക്തിയോടാണ് നമുക്കതിൻ്റെ സംശയങ്ങളും അതുമാത്രമല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിക്കാനുള്ളത്. ഇദ്ദേഹം ശ്രീ ബാലൻ നായർ. അദ്ദേഹം കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ചെയർമാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൊട്ടിയൂർ ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മണത്തണ ഗ്രാമത്തിൻ്റെയും മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യത്തെക്കുറിച്ചും അതിൻ്റെ ആധികാരികതയെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഗജേന്ദ്രമോക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷ്ണു ക്ഷേത്രങ്ങൾ പൊതുവിൽ കേരളത്തിൽ കുറവാണ്. കണ്ണൂർ നമുക്ക് ചക്രപാണി ക്ഷേത്രമാണ് അല്ലാതെ ഉള്ളത്. അതല്ലാതെ പൊതുവിൽ പറഞ്ഞു കേട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണെന്ന് പറയുന്നു. ഒരു കാലത്ത് കൊട്ടിയൂരിനേക്കാളും സ്വത്തുണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അങ്ങേക്ക് ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത്? അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കൊട്ടിയൂരിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. ഇവിടെയും അതുപോലെ ഇവിടെ തൊട്ടടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, നഗരേശ്വരം എന്ന് പറയുന്ന. ഈ രണ്ട് ക്ഷേത്രങ്ങളും അഭേദ്യമായ ബന്ധമാണ്. ഈ ക്ഷേത്രങ്ങളിൽ നിന്നാണ് കൊട്ടിയൂരിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചു പോകുന്നത്. അതിൻ്റെ ശരിയായ കാരണം പറയുകയാണെങ്കിൽ കൊട്ടിയൂരിനേക്കാൾ ഒന്നും കൂടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ വിഷ്ണു ക്ഷേത്രം. ഇവിടെ ഗജേന്ദ്രമോക്ഷം നടന്നു എന്ന് പറയുന്നത് സത്യമാണ്. ഇവിടെ ഒരു പൊയ്ക ഉണ്ടായിരുന്നു. അത് കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ആ പൊയ്ക നഷ്ടപ്പെട്ട് കൃഷിയിടമായി മാറിയത്. എങ്കിലും അതിൻ്റെ ബാക്കി ഇരിപ്പ് എന്ന് പറയുന്നത് ഒരു കുളം മാത്രമായിരുന്നുള്ളത്. ഇവിടെ താമര വിരിഞ്ഞിരുന്ന ഒരു
അതിസുന്ദരമായ ഒരു പൊയ്കയായിരുന്നു അത്. ആ പൊയ്കയിൽ താമരകൾ വിരിയുന്ന അതിൽ ഗജേന്ദ്ര മോക്ഷത്തിൽ ഐരാവതം എന്ന് പറയുന്ന ആന വന്നതും അതിനെ മുതല പിടിച്ചതും വത്സരങ്ങൾ തപസ് ചെയ്ത് വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഐരാവതത്തെ രക്ഷപ്പെടുത്തി മുതലയെ കൊല ചെയ്ത് അതിൻ്റെ ശേഷം ഇവിടുത്തെ ആ ഭഗവാന്റെ ഭക്തനായ ഐരാവതത്തെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു പ്രധാന ഒരു സംഭവം കൂടെ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പുണ്യഭൂമിയാണ് ഇത്. ഇവിടെ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ഈ വിഷ്ണുവിൻ്റെ ഈ ക്ഷേത്രത്തിലെ വിഷ്ണു പ്രതിഷ്ഠ പ്രധാനമാണെങ്കിൽ കൂടിയും ഇവിടെ ശ്രീപോർക്കലീൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അത് ഇവിടെ അടുത്ത് തന്നെ ഉള്ള കൂത്തുപറമ്പിനടുത്തുള്ള നമ്മുടെ പഴശ്ശി കോവിലകത്തെ രാജാക്കന്മാർ ഇവിടെ താമസിച്ചിരുന്നു. അവരുടെ കോവിലകം ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ഭഗവതി അവരുടെ യുദ്ധദേവതയാണ്. ഈ യുദ്ധദേവതയായിട്ട് ആരാധിച്ചു പോരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠ വാളാണ് പ്രതിഷ്ഠ. മറ്റു ക്ഷേത്രങ്ങളിൽ ശ്രീപോർക്കല്ലിക്ക് വാള് പ്രതിഷ്ഠയുള്ളതായിട്ട് എനിക്കറിയില്ല. എങ്കിൽ കൂടിയും ഇതിന് വളരെ ശക്തിയുള്ള ഒരു ദേവതയാണ്. നമ്മുടെ കാര്യസാധ്യത്തിനെല്ലാം വേണ്ടിയിട്ട് 41 ദിവസം വിഷ്ണു ഭഗവാനെയും അതുപോലെ ശ്രീപോർക്കല്ലിയെ പ്രീതിപ്പെടുത്തലാണ്. ശ്രീപോർക്കല്ലിയെ പ്രീതിപ്പെടുത്താൽ എത്ര സാധിക്കാത്ത കാര്യം സാധിച്ചതായിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഇടയിൽ തന്നെ അനുഭവങ്ങളുണ്ട്. ഇന്നും അത് വളരെ ഭംഗിയായിട്ടും അതിൻ്റെ വിശ്വാസത്തിനെ നിലനിർത്തിക്കൊണ്ടും ആ ഭഗവാന്റെ കാരുണ്യം ചൊരിയുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായിട്ട് ഇവിടെ ഇത് ഇന്നും നിലനിൽക്കുന്നു. ഇവിടുത്തെ ഉത്സവങ്ങളും മറ്റടിയന്തരങ്ങളും ഭക്തജനങ്ങളുടെ സാന്നിധ്യവും എല്ലാം ഇന്നും പഴയതിനെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ നടന്നു വരുന്നുണ്ട്. മിക്ക വർഷങ്ങളിലും സപ്താഹം നടത്താറുണ്ട്. കൊട്ടിയൂർ ദേവസ്വത്തിന് 8 ഉപക്ഷേത്രങ്ങളുള്ളതുകൊണ്ട് മറ്റുള്ള ഉപക്ഷേത്രങ്ങളിലും നടത്തുന്നതുകൊണ്ട് അതിൽ കൂടെ ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ക്ഷേത്രത്തെ പരിപാലിച്ചു പോരുന്നുണ്ട്. പരശുരാമൻ മഴുവെറിഞ്ഞ് മലയാള നാട് ഉണ്ടാക്കിയ നാൾ തൊട്ട് കേരളമാകെ മുഴങ്ങുന്നതാണ് ആ വാക്ക്. ചങ്ങാതിമാരായ അളിയന്മാർ, അമളി പറ്റിയ അളിയന്മാർ, തമ്മിൽ തല്ലിയ അളിയന്മാർ, അളിയന്മാർ പലവിധം. ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. കഥയിലും സിനിമയിലും അയൽപക്കത്തും നിങ്ങൾ കണ്ട അളിയന്മാർ ഇവിടെ ഇല്ലേ ഇല്ല. ഈ അളിയന്മാർ അമൃത ടിവിയിൽ മാത്രം. ഫെബ്രുവരി 17 മുതൽ വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് തുറന്ന് പൊട്ടിച്ചിരിക്കായി കാത്തിരിക്കും. എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. ഇപ്പോൾ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനം നടത്താൻ എന്തെങ്കിലും കാരണവശാൽ പറ്റിയില്ല എങ്കിൽ പകരം ഇവിടെ വന്നാൽ മതി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ എല്ലാം വിശ്വാസം. അതുമാത്രമല്ല പ്രശ്നവശാലും അത് തെളിയാറുണ്ട്. നമ്മൾ ഗുരുവായൂരേക്ക് എന്തെങ്കിലും ഒരു നേർച്ച നേർന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടോ കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഇവിടെ കഴിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാന് തൃപ്തിയായി എന്നാണ് അതിൻ്റെ വെപ്പ്. അത് അനുഭവത്തിലും അങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ അതൊരു മറ്റൊരു പ്രശ്നം വെക്കുമ്പോൾ അതൊരു ബാക്കിയായി കിടക്കുമല്ലോ. ഇതങ്ങനെയില്ല. ഇത് ഈ ക്ഷേത്രത്തിലെ വിഷ്ണു അല്ലെ കൃഷ്ണനും ഗുരുവായൂരപ്പനും വളരെ ബന്ധമുള്ള ഒരേ രൂപമാണെന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. ക്ഷേത്രം നിർമ്മിച്ചതിൻ്റെ ശേഷം 1030 മലയാള വർഷത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തി നടന്നിട്ടുണ്ട്. അത് പാലക്കാടുള്ള ഒരു ആശാരി
അതിൻ്റെ ജീർണോദ്ധാരണം നടത്തി എന്ന് അതിൻ്റെ പടി നമ്മൾ കൊത്തിവെച്ചിട്ടുണ്ട്. 1030 പുനരുദ്ധാരണം നടക്കണ്ടെങ്കിൽ അതിൻ്റെയും 100-500 വർഷം മുമ്പേ പണിതായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൗരാണികത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഇതിൻ്റെ പുറകിൽ 3 വശത്തുള്ള കട്ടിലകളെല്ലാം മരത്തിൻ്റെ ആയിരുന്നത് നശിച്ചു പോയിട്ട് ഇപ്പം ഞങ്ങൾ ഇരുമ്പിലി കട്ടിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ആചാരപ്രകാരമുള്ള വിധിപ്രകാരമുള്ള കട്ടില ഉണ്ടാക്കി ദേവസ്വം നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ്റനൻസുകളെല്ലാം ദേവസ്വം നടത്തുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ നമുക്ക് കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വലിയ പ്രാധാന്യത്തെ മനസ്സിലാക്കാനാകുന്നു. കാഴ്ചയിൽ ചെറുതാണ് എങ്കിൽ പോലും മണത്തണ എന്ന ഗ്രാമത്തെ മാത്രമല്ല കൊട്ടിയൂർ എന്ന ക്ഷേത്രത്തെ പോലും ഒരു കാലത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങളുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിന്നിരുന്നു ഈ ക്ഷേത്രമെന്നും മനസ്സിലാക്കാനാകുന്നു. അതിൻ്റെ ഒരു ഭാഗം കൂടെ പറയാൻ വിട്ടുപോയി. കൊട്ടിയൂർ വരുന്ന ഭക്തന്മാർ ഇവിടെയും നഗരേശ്വരത്തും ചപ്പാരത്തിലും ഭഗവാനെ തൊഴുതതിന് ശേഷം മാത്രമേ കൊട്ടിയൂർ പോകാൻ പാടുള്ളൂ എന്നാണ്. കൊട്ടിയൂരത്തെ ആചാര്യന്മാർ, അതായത് തന്ത്രിമാരും മറ്റ് ബ്രാഹ്മണന്മാരും ഇവിടെ തലേ ദിവസം ഇവിടെ വന്ന് താമസിച്ച് ഇവിടുന്ന് കുളിച്ച് ഇവിടെ പൂജ ചെയ്തതിന് ശേഷമേ അവിടെ പോകാൻ പാടുള്ളൂ, വരാൻ പാടുള്ളൂ. 28 ദിവസം അവിടെ നിൽക്കേണ്ടവർ. അതുപോലെ തന്നെ അവിടുത്തെ ഉത്സവം കഴിഞ്ഞാൽ ഇവിടെ വന്ന് പൂജ കഴിഞ്ഞാലേ അവരെ സമാപ്തിയാവുന്നുള്ളൂ ഉത്സവം. അത്ര അഭേദ്യമായ ബന്ധമാണ്. കൊട്ടിയൂരിനാണ് പ്രശസ്തിയെങ്കിലും ഇവിടെ വന്നത് ഇവിടെ ഭഗവാനെ നമിച്ചതിൻ്റെ ശേഷം മാത്രമേ അങ്ങ് എന്നെ കാണാൻ വരണ്ടൂ എന്നാണ് ഭഗവാന്റെ ഹിതം. ശങ്കരനും നാരായണനും ഒന്ന് തന്നെയാണ്, ഒരേ ശക്തി തന്നെയാണെന്ന് വീണ്ടും വീണ്ടും മനസ്സിലാക്കാം നമുക്ക്. ധ്യായേധരിം മണിനിഭം ജഗദേകസാരം സൗന്ദര്യസാരമരിശങ്കവരാഭയാനി ദോർഭിർദധാനമജിതം सरसं च भैष्मी सत्यासमेतमखिलप्रदमिन्दिरेशम्. ശ്രീ കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഓരോ വിഗ്രഹവും പ്രത്യേകതയുള്ളതാണ്, പ്രാധാന്യമുള്ള സാന്നിധ്യങ്ങളാണ്. ക്ഷേത്രഭൂമിയിൽ മഹാവിഷ്ണുവും ശ്രീ പൊർക്കലിയും ഒപ്പം ചെറിയൊരു ഗണപതിയും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഗണപതിക്ക് പോലും അതീവ ശക്തിയാണ്. അതീവ ശക്തിയോടുകൂടി ഭക്തർ പറയുന്നതെല്ലാം കേൾക്കുന്ന ഈശ്വരമൂർത്തികളാണ് ഇവിടെ ഉള്ളത്. 41 ദിവസം ഭജനം പാർത്ത് അല്ലെങ്കിൽ വ്രതമിരുന്ന് ഇവിടെ എന്ത് പ്രാർത്ഥനകൾ നടത്തില്ല, ഇനി എത്ര വലിയ പ്രാർത്ഥനയാണെങ്കിലും നടത്തിത്തരുമെന്നാണ്. പക്ഷേ ആ 41 ദിവസം പൂർത്തീകരിക്കണമെങ്കിൽ ഭക്തൻ അത്രമാത്രം ആത്മസമർപ്പണം വേണം. അതല്ല എങ്കിൽ പരീക്ഷണങ്ങൾ ഏറെ ഉണ്ടാകും. 41 ദിവസം പൂർത്തിയാക്കാൻ അനുവദിക്കില്ല. പൂർത്തിയാക്കാൻ സാധിച്ചാൽ ആഗ്രഹിച്ചതെന്തോ അത് നടന്നിരിക്കുമെന്നാണ് വിശ്വാസം. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ബ്രഹ്മരക്ഷസ്, ക്ഷേത്രത്തിൻ്റെ മതിൽക്ക് പുറത്ത് ക്ഷേത്രത്തിലേക്ക് നോക്കിയിരിക്കുന്ന സാന്നിധ്യത്തിലാണ് ബ്രഹ്മരക്ഷസിനെ കാണുന്നത്. വലിയ പ്രാധാന്യമാണ് അത്ര ബ്രഹ്മരക്ഷസിനുള്ളത്. തുളുനാട്ടിൽ നിന്നോ മറ്റു വന്ന ഒരു ബ്രാഹ്മണനാണ്. ഇവിടെ അദ്ദേഹത്തിന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രാധാന്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാവിൽ പോലും ഇവിടുത്തെ വിഷ്ണുവിനോടുള്ള ഭക്തി ചേരുകയും പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. മരണപ്പെട്ടു പോയത് അദ്ദേഹം പണ്ഡിതനായിരുന്നു, അതുമാത്രമല്ല സവിശേഷമായ കഴിവുകളുള്ള ഭക്തൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പിന്നീട് ഇവിടെ ശക്തമായി അനുഭവപ്പെടുകയും അത് പിന്നീട് ആവാഹിക്കപ്പെട്ട ആ ബിംബം പ്രതിഷ്ഠിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് ഇത് ബ്രഹ്മരക്ഷ സാന്നിധ്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബിംബം ഇവിടെ വേണ്ട എന്ന് കരുതി പലപ്പോഴും ഭക്തരെല്ലാവരും ഒത്തുചേർന്ന്, നാട്ടുകാർ ഒത്തുചേർന്ന് ഈ ബിംബത്തെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. കുളത്തിലും പുഴയിലും ഒക്കെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ പുഴയിലും കുളത്തിലും ഒക്കെയുള്ള സാന്നിധ്യം ശക്തമായി അറിയിക്കുകയും ആ സാന്നിധ്യം അറിയിച്ചപ്പോൾ പിന്നീട് ദേശക്കാരെല്ലാം ഒത്തുചേർന്ന് എവിടെയാണോ ഉപേക്ഷിച്ചത് അവിടെ നിന്ന് ആ ബിംബം തന്നെ മുങ്ങിത്തപ്പി കൊണ്ടുവന്ന് തിരിച്ചു പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് അത്രമാത്രം ശക്തിയുള്ള ബ്രഹ്മരക്ഷസാണ് ഇവിടെ ഇരിക്കുന്നത്. ബ്രഹ്മരക്ഷസിന് പാൽപ്പായസ വഴിപാട് അർപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അങ്ങനെ വഴിപാടുകൾ അർപ്പിക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ ഈ തിരുസന്നിധിയിൽ അർപ്പിക്കാവുന്നതാണ്. അത്രയ്ക്ക് ശക്തിയുള്ള ബ്രഹ്മരക്ഷസാണ് ഇവിടെ കുടികൊള്ളുന്നത്. ശ്രീ കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാവിഷ്ണു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഭഗവാനാണ്. അതായത് സന്താന ഗോപാല മൂർത്തിഭാവം കൂടി ഇവിടുത്തെ മഹാവിഷ്ണുവിനുണ്ട് എന്നർത്ഥം.
ഗജേന്ദ്ര മോക്ഷഭാവമുണ്ട്. ഗജേന്ദ്രന് മോക്ഷം നൽകിയ ഭാവമുണ്ട്. ഒപ്പം സന്താനങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങൾ നൽകുകയും സന്താനങ്ങൾക്ക് ശ്രേയസ്കരമായ ഭാവിയും ആരോഗ്യവും നൽകുന്ന മൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്ന് സാരം. മഹത്തായ ഈ ക്ഷേത്ര ദർശനം നമ്മുടെ മനസ്സിനെ ഉണർത്തട്ടെ. നമ്മുടെ വരും കാല തലമുറ എപ്പോഴും സംരക്ഷിക്കപ്പെടട്ടെ. നമസ്കാരം. स्तुवन्ति दिव्यैस्तवै वेदैः साङ्गपदक्रमोपनिषदै गायन्ति यं सामदा ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणा देवाय तस्मै नमः देवाय तस्मै नमः देवाय तस्मै नमः।